ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് ഇൻട്രസ്റ്റ് എന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ ടു മെത്തേഡ്സ്, ദാറ്റ് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡ്സ്. അതെങ്ങനെ കോമ്പൗണ്ടഡ് ഫിഗറിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. നൗ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് നോമിനൽ ആൻഡ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. നോമിനൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യാതെ, അതായത് പ്രൈസ് ലെവൽ കൺസിഡർ ചെയ്യാതെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന റേറ്റിന്, ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നോമിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോമിനൽ വാല്യൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് റെഫേഴ്സ് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ് ബിഫോർ ടേക്കിംഗ് ഇൻഫ്ലേഷൻ ഇൻ ടു അക്കൗണ്ട്. ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടെ കണക്കിലെടുത്തുകൊണ്ട്, അതായത് പണത്തിൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചും കൂടെ റേറ്റിലുണ്ടാകുന്ന ചേഞ്ചിൽ, പ്രൈസ് ലെവൽ ചേഞ്ചസിലുണ്ടാകുന്ന അഫക്റ്റ് ചെയ്ത്, അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഇൻട്രസ്റ്റ് റേറ്റുകളെയാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ബോൺഡ്സിൽ അല്ലെങ്കിൽ ലോൺസിലൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ 100 രൂപയാവില്ല ഒരു 10 കൊല്ലം കഴിഞ്ഞാലുള്ള ഒരു 100 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രൈസ് ലെവൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇൻഫ്ലേഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ ആ റേറ്റ് കണക്കിലെടുക്കാതെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ കൺസിഡറിങ് ഇൻഫ്ലേഷൻ ഇൻ ടു അക്കൗണ്ട്. ഇപ്പോൾ നാണയപ്പെരുപ്പം അല്ലെങ്കിൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് അതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് റേറ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലോണിന് പേയ്മെൻറ്റ് നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള നോമിനൽ റേറ്റിനേക്കാൾ അപേക്ഷിച്ച് എത്ര ഇഫക്റ്റീവായിട്ടാണ് ആക്ച്വൽ റേറ്റ് കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇഫക്റ്റീവ് റേറ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്നത്. അതായത് നോമിനൽ റേറ്റിനെ അപേക്ഷിച്ച് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറൻസ് ആണ് നോമിനൽ റേറ്റും എഫക്റ്റീവ് റേറ്റും തമ്മിൽ, അതിൻ്റെ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യം എന്താണ്, എത്ര നമ്പേഴ്സ് വന്നാലാണ് നോമിനൽ റേറ്റും അല്ലെങ്കിൽ എഫക്റ്റീവ് റേറ്റും തമ്മിൽ ഇൻക്രീസ് ആവുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് ഇഫക്റ്റീവ് ഈൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല 1+i ഡിവൈഡഡ് ബൈ n ഹോൾ റേസ് ടു n മൈനസ് 1. ഹിയർ i represents nominal rate or standard interest rate and n represent number of compounding periods per year. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. What effective rate will a stated annual rate of 6% yield when compounded semi-annually? So effective rate is equal to 1 plus, you know the formula, 1 plus I by n whole raised to n minus 1. Here 1 plus that is I, that is interest, is 6%, so 0.6 divided by 2, that is n is the compound semi annually ആണ്, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഹോൾ റേസ് ടു 2 മൈനസ് 1. നമുക്കറിയാലോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് സെമി ആനുവലി ആണെങ്കിൽ നമ്മൾ രണ്ടായിട്ട്, അതായത് ഡബിളായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. സോ 2 into 2 raised to 2 minus 1, that is equal to 0.0609. Now next one is present value and future value. Present value means the current value of a future sum of money or stream of cash flows given a specific rate of return. അപ്പോൾ നിലവിലുള്ള വാല്യൂ ഒരു ഫ്യൂച്ചർ സം ഓഫ് മണിയുടെ ഭാവിയിൽ ഇത്രയാവും, അപ്പോൾ ഇപ്പോഴത്തെ വില എന്താണ്, പ്രസൻറ്റ് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷനെയാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ പ്രസൻറ്റ് വാല്യൂ ഇസ് ദ കറൻറ്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ സം ഓഫ് മണി ഓർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസ് ഗിവൺ എ സ്പെസിഫിക് റേറ്റ് ഓഫ് റിട്ടേൺ.
ഭാവിയിൽ ഒരു സ്പെസിഫിക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നതിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാവിയിൽ ഒരു വാല്യൂ നമുക്ക് ഇത്ര കിട്ടണമെങ്കിൽ ഇന്നത്തെ വില എത്രയായിരിക്കും എന്നുള്ളതാണ് കണക്കിലാക്കുന്നത്. സോ ദ പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് I raised to n. Here PV represent present value, FV represent future value, time n ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് I represent interest rate and n is the number of period. Let's see an example. Rupees 100 to be paid 1 year from now, where expected rate of return is 5% per annum. What worth in today's money? എന്താണ് ഇപ്പോഴത്തെ വാല്യൂ എന്ന് നോക്കാം. അപ്പോൾ 100 രൂപയാണ് ഭാവിയിൽ കിട്ടുന്നത്, അതായത് എന്താണ് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്നെങ്കിൽ ഇന്നത്തെ വാല്യൂ എന്താണെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ FV divided by 1 plus I raised to n. Future value is 100 divided by 1 plus 0.05 raised to 1, that is ഒരു ഇയർ അല്ലേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 95.24. അപ്പോൾ നാളെ അടുത്ത വർഷം 100 രൂപ കിട്ടാൻ 5% റേറ്റിലാണെങ്കിൽ ഇപ്പോഴത്തെ വില എന്താണെന്നുള്ളതാണ്. ഓക്കെ, ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി. ആന്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ പേയ്മെൻറ്റ്സിനെയാണ് ആന്വിറ്റി എന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലീസ്, റെൻ്റൽ പേയ്മെൻറ്റ്സ്, ഇതിനെയൊക്കെയാണ് ആന്വിറ്റി എന്ന് പറയാം. അപ്പോൾ നിലവിലുള്ള പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പി വി ഓഫ് ആന്വിറ്റി കണക്കാക്കുന്നത്. സോ A ഡിവൈഡഡ് ബൈ I ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് I raised to n. A means annual amount, that is individual payment amount. Then I is the interest rate. N means number of payment per period. Let's see an example. A person receives an annuity of rupees 5,000 for 4 years. If the rate of interest is 10%, calculate the present value of annuity. അപ്പം ഓരോ വർഷമായിട്ട് 4 വർഷങ്ങളായിട്ട് 5,000 രൂപ കിട്ടുന്നുണ്ട്. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. ഇപ്പോഴത്തെ അതിൻ്റെ റേറ്റ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി എത്രയായിരിക്കും നോക്കാം. സോ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഈസ് ഈക്വൽ ടു 5,000, ദാറ്റ് ഈസ് ദ value, present value, that is A divided by 0.01, 0.1 into 1 minus 1 by 1 plus 0.1 raised to 4. So 10 is the percentage. So R is 0.1. That is the interest rate I raised to 4 years ആണ് പറഞ്ഞത്. So that is equal to 15,849. Next one is present value of growing annuity. അപ്പോൾ ഓരോ വർഷവും അത് ഗ്രോത്ത് അറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 5,000 ആണെങ്കിൽ ഇപ്രാവശ്യം പറഞ്ഞത് അതിൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്നെങ്കിൽ ഗ്രോത്ത് കൺസിഡർ ചെയ്തിട്ട് PV is equal to A divided by 1 minus growth into 1 minus 1 plus G divided by 1 plus I. പ്ലസ് ആണ്, പ്ലസ് I raised to n. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിവിഡൻഡ് സ്ട്രീം കമൻസിങ് വൺസ് year, hence at 66 is expected to grow at 10% per annum for 15 years and then ceases. If the discount rate is 21%, what is the present value of the expected series? അപ്പോൾ ഡിവിഡൻഡ് സ്ട്രീമാണ് 66 റുപ്പീസാണ് ഓരോ വർഷവും ഗ്രോത്ത് ഉള്ളത്. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിൽ 15% 10% അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. 66 ആണ് ആദ്യത്തെ ഇയറിലുള്ളത്. അപ്പം അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് 21% ആയാൽ എത്രയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി എക്സ്പെക്റ്റഡ് സീരീസ് എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. So PV is equal to A plus A divided by I minus G into 1 minus 1 plus G divided by 1 plus I raised to n. So 66 ആണ് എമൗണ്ട് എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ 0.21 is the rate, ഇൻട്രസ്റ്റ് റേറ്റ് മൈനസ് 0.1, അതാണ് 10% ഗ്രോത്ത് എന്ന് പറയുന്നത്, ഇൻറ്റു 1 മൈനസ്
1 plus growth 0.1 divided by 1 plus അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് 0.21 റേസ് ടു n എന്ന് പറയുന്നത് എത്രയാണ് അതിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് ഇസ് 15. So that is equal to 456.31. Then present value of perpetuity. Perpetuity and perpetual annual payment growth at a fixed rate is known as perpetual value of growing annuity. Gordon growth model എന്നൊക്കെയാണ് ഇതിനെ പറയുക. So present value of growing perpetuity is equal to A divided by T. So A divided by T, that is T or I എന്ത് വേണമെങ്കിലും ചെയ്യാം. So A is the amount and I is the rate of interest. T is the rate of interest. An investor expect a perpetual sum of rupees 500 annually from his investment. What is the present value of this perpetuity if his interest rate is 10%? Present value of perpetuity is equal to A divided by T or I. ഏത് വേണമെങ്കിലും എടുക്കാം. Where 500 divided by 0.1 is equal to 5000. ഇതാണ് present value of perpetuity എന്ന് പറയുന്നത്. Then present value of growing perpetuity. ഈ ഗ്രോയിങ് എന്ന് വരുമ്പോൾ നമ്മൾക്ക് എപ്പോഴും G എന്ന് പറയുന്ന ഒരു വാല്യൂ ഇതിനകത്ത് വരും. സോ ഗ്രോത്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെക്ച്വിറ്റി കാണാനുള്ള ഫോർമുല A divided by 1 minus G or T minus G. Then future value of annuity. Future value of annuity കാണാനുള്ള ഫോർമുല FV of A is equal to A into 1 plus I raised to n minus I minus 1. Then compound annual growth rate. So it is the rate of return that would be required for an investment to grow from its beginning balance to the ending balance, assuming the profit were reinvested at the end of the each year of investment lifespan. ഓരോ വർഷവും ഉണ്ടാകുന്ന ഗ്രോത്ത് കോമ്പൗണ്ടഡ് റേറ്റിൽ വ്യത്യാസം വരുന്ന ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് CAGR is equal to F by PV raised to 1 by n minus 1, or we can say that I is equal to nth root of FV by PV minus 1, whereas FV is the future value, PV is the present value, n is the number of period, and I is the interest rate. What interest rate is a zero coupon bond paying that the cost rupees 600 and pays rupees 1000 in 10 years, assuming an interest rate that compound annually? So this is compound annually, that is compound annual growth rate is equal to FB by PV raised to 1 by n minus 1. Future value is 1000 and the present value is 600. So 1000 divided by 600 raised to 1 by 10, that is the 10 years, minus 1, that is 5.24. That is the CAGR or compound annual growth rate. Continuous compounding ആണെന്നുണ്ടെങ്കിൽ A is equal to PE raised to RT. P means principal amount. E is the Napier's number, that is ഒരു കോൺസ്റ്റൻറ്റ് ഫിഗർ ആണ്. 2.7183 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് ഫിഗർ ആണ്. R is the annual interest rate and T is the number of years. നോക്കാം. An amount of rupees 2,340 is deposited in a bank paying an annual interest rate is 3.1 compounded continuously. Find the balance after 3 years. Compounded continuously. ഇപ്പോൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ്. സോ PE raised to R, PE raised to RT ആണ് നമ്മൾ ചെയ്യുന്നത്. So A is equal to 2,340 into that constant figure of E, that is Napier number is 2.7183 raised to 0.31, that is 3.1 percentage into 3. 3 means the 3 years കഴിഞ്ഞിട്ട് എത്രയാണ് ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ബാലൻസ് ആഫ്റ്റർ 3 years is equal to 2,568.31.
About computation of equated monthly installment, EMI എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ ലോണൊക്കെ എടുക്കുന്ന ആൾക്കാർ എത്രയാണ് ഓരോ മാസത്തിലെ ഫിക്സഡ് പേയ്മെൻറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് കലണ്ടർ ഡേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ മാസവും നമ്മൾ ലോണിന് ഇൻട്രസ്റ്റ് എത്ര അടയ്ക്കണം പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര അടയ്ക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് EMI സാധാരണ രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ EMI is equal to PR into 1 plus R raised to n divided by 1 plus R into n minus 1, where P is the principal amount and R is the monthly rate of interest, n is the number of loan period or in months. So let us see an example. Find out the EMI for 2 lakhs for the tenure of 2 years. The rate of interest is 20%. So the EMI is equal to 2 lakh into 0.0166. That is the rate, that is the R rate, 0.0166 into 1 plus 0.0166 raised to 24 divided by 1 plus 0.0166 raised to 24 minus 1. That is 1.66 rate 20% ആണ്. അത് 12 മന്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2 ഇയേഴ്സ് ആകുമ്പോൾ മന്തിലേക്ക് EMI ആണല്ലോ, മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ 20% എന്നുള്ളത് നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് 1.66%. അതിനെയാണ് നമ്മൾ 0.0166 എന്ന് പറഞ്ഞ് എടുക്കുന്നത്. സോ ദ ആൻസർ ഈസ് rupees 10,179. 2 ലക്ഷം രൂപയൊക്കെ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 വർഷത്തേക്ക് 20% നിരക്കിൽ നമ്മൾ അതിൻ്റെ പലിശ EMI എന്ന് പറയുന്നത് 10,179 rupees ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടൈം വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ്. ഈ ഭാഗത്ത് നിന്ന് വളരെ ചെറിയ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, താങ്ക് യു സോ മച്ച്.